കിടങ്ങൂർ സൗദ ഭാരതീയ വിദ്യാമന്ദിരം സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പുതുതായി നിർമ്മിച്ച ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടയ്ക്കൽ നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം NSS മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിരം സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടയ്ക്കൽ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജോസ്മാൻ മുണ്ടയ്ക്കൽ അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഹാൾ നിർമ്മിച്ചത്. 1ാം ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ ഡയറി കുറിപ്പുകളുടെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു. സ്കൂൾ ഹാളിൽ ചേർന്ന യോഗം NSS മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. പത്രത്തിലെ അനുഗ്രഹം കഴിഞ്ഞതിൻ്റെ മുമ്പിലാണ് ഈ കെട്ടിട നിർമ്മാണം, ഈ ഹാളിൻ്റെ നിർമ്മാണം ഇവിടെ നടന്നത്. മുകളിലൂടെ നമ്മൾ നടന്നു വന്ന വഴി നല്ല ഭംഗിയായി വഴി ടൈൽസിട്ട് ഉറപ്പിച്ച് അതിനും ഹാളിന്റെ ഉദ്ഘാടനവും ശിലാഫലക അനാച്ഛാദനവും ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടയ്ക്കൽ നിർവഹിച്ചു. മറ്റു ജനപ്രതിനിധികളാകട്ടെ സ്കൂളുകാരെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കും. ഞങ്ങളാരുടെയും ഔദാര്യമല്ല, ഞങ്ങളാരുടെയും വീട്ടിൽ കൊടുക്കുന്നതല്ല. പക്ഷെ നമുക്ക് സ്വാഭാവികമായി സാധനങ്ങൾ ലഭിക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായി സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഏതാനും കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നിമിത്തമായി മാറുവാൻ ജനപ്രതിനിധികൾക്ക് സാധിക്കും. പക്ഷെ ചില സ്കൂളുകാർ ഫണ്ട് ചോദിക്കുമ്പോൾ, കുട്ടികളുടെ എണ്ണം ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ വളരെ കുറവായിരിക്കും. കുട്ടികളുടെ എണ്ണം കുറവുള്ള സ്കൂളിലേക്ക് അടിസ്ഥാന സൗകര്യ വികസനം വർദ്ധിപ്പിച്ചത് കൊണ്ട് പ്രയോജനമില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയത് കൊണ്ട് അതിന് വീര്യം കൂടത്തില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം സർവതോന്മുഖമായിട്ടുള്ള വികസനവും കൂടെ സ്കൂളുകളിൽ നടക്കുന്നു എങ്കിൽ മാത്രമേ ഉള്ളൂ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങളുടെ പ്രയോജനമുണ്ടാകും. കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോക് കുമാർ പൂതമന ഡയറി പ്രകാശനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ M ദിലീപ് കുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. വളരെയധികം മുമ്പോട്ട് പോവുകയുണ്ടായി, വികസിക്കുകയുണ്ടായി. ഞാൻ ഇന്ന് ഓർക്കുന്നു, 2006 അന്നത്തെ സ്കൂൾ കെട്ടിടം പൊളിച്ചു പണിയുന്ന സമയത്ത്, പഴയ വായനശാല കെട്ടിടം പൊളിച്ചു പണിയാൻ തീരുമാനമെടുക്കുന്ന സമയത്ത് എൻ്റെ ആത്മസുഹൃത്ത് ഈ വേദിയിലുള്ള ശ്രീ മോഹനേന്ദ്രൻ ഒരു നിർദ്ദേശം പറയുകയുണ്ടായി. നമുക്കത് ഈ പഠിക്കാൻ കണ്ടത്തിലോട്ട് മാറ്റിയാലോ എന്നൊരു നിർദ്ദേശം ചോദിക്കുകയുണ്ടായി. പക്ഷെ അന്നത്തെ നമ്മുടെ സ്കൂളിൻ്റെ പരിമിതിയൊക്കെ വെച്ച് ഓർത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകാൻ തോന്നുന്നില്ല. സ്നേഹഭവൻ ചർച്ച് വികാരി ഫാദർ മജ്ജോ വാഴക്കാലായിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ PT സനിൽകുമാർ, ദീപലത, PTA പ്രസിഡന്റ് മനോജ് KP, മാതൃസംഗമം ചെയർപേഴ്സൺ ശശികല, NSS കരയോഗം വൈസ് പ്രസിഡന്റ് CN സുധാകരൻ നായർ, ഹെഡ് മിസ്ട്രസ് മായ S തെക്കേടം എന്നിവർ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കിടങ്ങൂർ.